ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയും ചന്ദ്രനെയും സുധീനെയും ശ്രുതിനെയും അതുപോലെ വർഷേനെയും ശ്രീകാന്തിനെയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആ ഒരു കാര്യം വന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ആദ്യം പേടിച്ചു പോയി നമ്മുടെ സുധിയെങ്കിലും ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് ചെയ്തത്. ഏതായാലും ഏട്ടൻ അവിടെ വലിയൊരു സ്ഥാനമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഏട്ടന്റെ പേര് പറഞ്ഞപ്പോ തന്നെ അവര് ആദ്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏട്ടൻ ഫോൺ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോ തന്നെ അവരെല്ലാവരും ഉണ്ടല്ലോ വളരെ ഞെട്ടിപ്പോയി. അതുമല്ല ഏട്ടൻ അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പേടിച്ച് വിറച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ വർഷയും പറഞ്ഞു, ഏതായാലും ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡിനുണ്ടല്ലോ അവിടെ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും നല്ലൊരു സന്തോഷമായിട്ടോ. കാരണം വേറൊന്നുമല്ല, ഇതുവരെ നമ്മുടെ സുധി ഇങ്ങനെ പേര് കേട്ടിട്ടില്ല ഒരു സ്ഥലത്ത് ചെന്നിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, മോനെ നല്ല കാര്യമാണ്, ഇതിലെങ്കിലും നീ പേര് കേട്ടല്ലോ, ഈ ഒരു പ്രൊഫഷണലിലെങ്കിലും നീ ഒന്ന് പേര് കേട്ട് എടുത്ത് നീ എല്ലാവരുടെയും ആ ഒരു ഇത് നേടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അതുകൊണ്ട് ഇനി ഇങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്തൊക്കെയാ എന്റെ മോനെ കുറിച്ച് പറഞ്ഞത്. എന്റെ മോൻ കൊള്ളരുതാത്തവനാണ്, അവനൊരു ജോലി ചെയ്യാത്തവനാണ്. എന്തൊക്കെ പേരായിരുന്നു എന്റെ മോന്. ഇപ്പൊ കണ്ടില്ലേ എന്റെ മോൻ ആരാണെന്ന്. ശ്രുതി കേട്ടില്ലേ, നിന്റെ കെട്ടിയനെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ. എല്ലാവർക്കും നിന്റെ കെട്ടിയവനെ പേടിയാണെന്ന്, ബഹുമാനമാണെന്ന്. അത് പിന്നെ എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു ആന്റി, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഷോറൂം ഇടാൻ വരെ എൻ്റെ ഭർത്താവിന് കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു സുധി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന്. സുധി അല്ലെങ്കിലും നല്ല ഇന്റലിജന്റ് മാനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര നമ്മുടെ സുധീനെ ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര പറഞ്ഞത്, ഏതായാലും എൻ്റെ മോനുണ്ടല്ലോ, നിന്റെ അച്ഛനുണ്ടല്ലോ, മലേഷ്യയിൽ നിന്ന് കുറച്ച് പൈസ അയച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഷോറൂം ഇടും. തന്നെ ഒരു ഷോറൂം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവന് ഇതിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കും. അതുകൊണ്ട് ഉടനെ തന്നെ അച്ഛനോട് ഇവന്റെ കാര്യങ്ങളൊക്കെ പറയണം. അല്ല ശ്രുതി, നീ പറഞ്ഞിട്ടില്ലേ നിന്റെ അച്ഛനോട് ഇവന്റെ കാര്യമൊക്കെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു, ചന്ദ്ര പറഞ്ഞു, ഏതായാലും പറഞ്ഞേരെ, അവിടുന്ന് കുറച്ച് പൈസ ഇങ്ങോട്ട് അയച്ചു തരുവാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇവനൊരു ഷോറൂം ഇട്ട് കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതിനെന്തിനാ ശ്രുതിയുടെ അച്ഛന്റെ പൈസ മേടിച്ച് ഷോറൂം ഇടുന്നത്? വിചാരിക്കുകയാണെങ്കിൽ ഇതുപോലെ പോവുകയാണെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ഇവന് ഷോറൂം ഇടാൻ പറ്റൂലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് സച്ചി കയറി വരുന്നത്. സച്ചി പറഞ്ഞു, ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇടാലോ, കാരണം ഇവന് 27 ലക്ഷം കൊണ്ട് മുങ്ങിയതല്ലേ, അപ്പൊ പിന്നെ ഇവന്റെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് ഇട്ടുകൂടാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, തുടങ്ങി അവന് തുടങ്ങി. എന്തിനാടാ സച്ചി വെറുതെ നീ ഓരോ കാര്യം പറയുമ്പോഴത്തെ അവനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നത് നിനക്ക് കാണത്തില്ല കേട്ടോ. അവനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ? കേട്ടു, ഞാൻ കേട്ടു, എല്ലാം കേട്ടു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നത് ദൈവത്തിനറിയാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മലേഷ്യയിൽ നിന്ന് പൈസ ഇറക്കും, മലേഷ്യയിൽ നിന്ന് അതിറക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തേ ഇതുവരെ മലേഷ്യയിലുള്ള അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാത്തത്? അതെന്താ എന്റെ പൗഡർ കിടത്തി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് രവീന്ദ്രനും തോന്നിയത്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അതല്ലോ മോളെ, ഇവിടെ ഞങ്ങൾ എല്ലാവരുടെയും അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. അല്ല, മോക്കൊരച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്തേ വരാത്തത്? സാധാരണ മാതാപിതാക്കളൊക്കെ അങ്ങനെ മാറി നിൽക്കുവോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിൽക്കുന്ന വർഷയുടെ അച്ഛനും അമ്മയും ഇഷ്ടമല്ലാതെയാണ് വിവാഹം ഇവർ തന്നെ പോയി നടത്തിയത്. എന്നിട്ട് അവരുടെ അച്ഛനും അമ്മയും വന്നു. അതുപോലെ തന്നെ രേവതിയുടെ അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ നിന്റെ അച്ഛനെയും കാണാൻ ഒരു ആഗ്രഹം കാണുമല്ലോ, അതുകൊണ്ടാ ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഒരു ആൻസർ ഇല്ലാട്ടോ നമ്മുടെ ശ്രുതിക്ക്. എന്ത് പറയണമെന്ന് ശ്രുതിക്ക് അവിടെ അറിയില്ല. ശ്രുതി അവിടെ ബബ്ബ വെക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് ചന്ദ്ര കയറി ഇടപെട്ടിട്ട്, അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, അവളുടെ അച്ഛനും അവളും തമ്മിൽ പിണക്കമാണെന്ന്. അല്ല, എത്ര പിണക്കമാണെങ്കിലും സ്വന്തം മകളെ കാണാൻ വരില്ല ചന്ദ്രൻ. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ നിങ്ങൾ അവളെ വിഷമിപ്പിക്കാതെ. അവക്ക് അതൊക്കെ കേൾക്കുമ്പോ തന്നെ ഒരു വിഷമാവും. എന്റെ പൊന്നു രവിയേട്ടാ, ഈ സച്ചി പറയുന്നത് കേട്ടോ ഓരോന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ കുത്തി വേദനിപ്പിക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോ, ഞാൻ കുത്തി വേദനിപ്പിച്ചൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം ചോദിച്ചെന്നേ ഉള്ളൂ.
ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സുധി, ഹാ, നല്ല ചിക്കന്റെ മണം, ഇവിടെ ചിക്കന്റെ ഐറ്റം സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടുണ്ടല്ലേ, കറക്റ്റ് കറക്റ്റ് മണമാ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, അതെ അതെ കറക്റ്റ് മണം തന്നെ, അതെ നിനക്ക് പോലീസ് നായായിട്ട് വേണമെങ്കിൽ പോകാം, ദേ മണം ദേ എന്റെ കയ്യിലിരിക്കുന്ന കൂട്ടിന്നാ, ഞാനേ ചിക്കൻ 65 മേടിച്ചതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുധി ഇങ്ങ് വന്നു കേട്ടോ. സുധി വന്നപ്പോ, അതെ നിക്ക് ഇതേ നിനക്കൊന്നും ഞാൻ മേടിച്ചോണ്ട് വന്നല്ല, ഇതെന്റെ ഭാര്യയ്ക്ക് ഞാൻ മേടിച്ചോണ്ട് വന്നതാ, ഇന്ന രേവതി എന്ന് പറഞ്ഞ് ആ കൂട് അങ്ങ് കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അന്തം വിട്ട് നിൽക്കാണ് കേട്ടോ. അപ്പം സച്ചി പറഞ്ഞു, നീ എന്താ നോക്കി നിൽക്കുന്നത്, ബാ നമുക്കിത് കഴിക്കാം. അല്ല എന്തിനാ സച്ചേട്ടാ ഇതൊക്കെ മേടിച്ചത്, അല്ല നിനക്ക് ചിക്കൻ 65 ഇഷ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചോണ്ട് വന്നത്. അയ്യോ അത് വേണ്ടായിരുന്നു. അപ്പോഴാണ് ചന്ദ്ര, രവിയേട്ടാ ദേ നിങ്ങൾ ഇത് കണ്ടല്ലോ, പുതിയ ശീലങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്, തന്നെ മേടിക്കുന്നു തന്നെ കഴിക്കുന്നു. ഓ, ഒരാൾക്ക് മാത്രമായിട്ട് അവൻ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. അതെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് അവൻ മാത്രം മേടിക്കും, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് ഇവിടെ എന്റെ ഭാര്യ വരുത്തുന്നുണ്ടോ? അതെ ഞാനൊരു കാര്യം പറയട്ടെ, ദേ ഒന്നാമത്തെ ഓട്ടക്കാരന്റെ ഭാര്യയ്ക്ക് ഇവള് മീൻകറി വെച്ചു കൊടുത്തു, രണ്ടാമത്തെ ഓട്ടക്കാരന്റെ ഭാര്യയ്ക്ക് സൂപ്പ് വെച്ചു കൊടുത്തു, അതുപോലെ അച്ഛന്റെ ഭാര്യയ്ക്ക് വേണ്ടതും ഉണ്ടാക്കി കൊടുത്തു, അച്ഛന് വേണ്ടതും ഉണ്ടാക്കി കൊടുത്തു. ഇവക്ക് എന്താ വേണ്ടതെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ അച്ഛാ? ഇവളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കാറുണ്ടോ അച്ഛാ? അപ്പൊ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ഇവളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കേണ്ടത്? ഇവളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഇത് മേടിച്ചോണ്ട് വന്നു. പിന്നെ വേറെ ഞാൻ കുറെയൊക്കെ മേടിക്കാൻ നോക്കിയതാ, പക്ഷെ ഇവക്ക് അതിനോടൊന്നും താല്പര്യമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചോണ്ട് വന്നത്. അത് പിന്നെ സജ്ജേട്ടൻ ഞാൻ മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞില്ലല്ലോ. ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളതുണ്ടല്ലോ, അവനവൻ അറിഞ്ഞു മേടിക്കുന്നതാണ് നല്ല ഭർത്താവ്. അതും മോൻ പറഞ്ഞത് കറക്റ്റാ മോനെ, ഭാര്യയുടെ ഇഷ്ടങ്ങള് അറിഞ്ഞു ചെല്ലണം, അത് തന്നെയാ നല്ലത്. അപ്പൊ നമ്മുടെ സുധി അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇറക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, ഡാ വെള്ളം ഇറക്കിയത് മതി, രേവതി ബാബാ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ കൊതി കയറി ഇതി പിടിക്കും, ബാബാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അല്ല രേവതി ചേച്ചിക്ക് വേണ്ടത് രേവതി ചേച്ചി ഉണ്ടാക്കി കഴിക്കുന്നുണ്ടായിരിക്കില്ലേ, ഇതിപ്പോ നമ്മൾ ആരും കെയർ ചെയ്യാത്ത പോലെ ആണല്ലോ. ഇപ്പം സച്ചേട്ടൻ പറഞ്ഞത് ഇവൻ ഇതല്ല ഇതിനപ്പുറം പറയും, ഇപ്പൊ ഭയങ്കര സ്നേഹമാ, കുറച്ചു നേരം കഴിയുമ്പോഴുണ്ടല്ലോ രണ്ടും രണ്ട് വഴിക്കാകും. ഏതായാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, വെറുതെ എന്തിനാ എന്നിങ്ങനെ പറയാണ്. അപ്പം ബാക്കി എല്ലാവരും അകത്ത് കയറി പോയപ്പോഴത്തേക്ക് സുധി ആണെങ്കിൽ അവിടെ നിന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു, അമ്മേ ചിക്കൻ 65 തിന്നാൻ തോന്നുക, പോടാ നാണം കെട്ടവനെ പോടാ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ സുധി അകത്ത് കയറി പോയപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, നിങ്ങൾ കണ്ടല്ലോ നാണം കെട്ട അവനെ, ഇത് എന്തൊക്കെ ഈ കാണിക്കുന്നത്? എന്താ ചന്ദ്രൻ നിനക്ക് പ്രശ്നം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ രേവതിനെ കൊണ്ട് ഇവിടെയുള്ള ജോലിയെല്ലാം ചെയ്യിക്കുന്നതേ അവൻ ഇഷ്ടാവുന്നില്ല, അവൻ പറയാതെ ഇത് പറഞ്ഞെന്നേ ഉള്ളൂ. അതിനാണോ നീ ഈ ചാടി കടിക്കുന്നത്? രേവതിയോട് അവൻ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോഴുണ്ടല്ലോ എനിക്കിപ്പോ സന്തോഷം കൊണ്ട് മനസ്സ് നിറയാം. ആദ്യമൊക്കെ രണ്ടുപേരും എന്തായിരുന്നു, കീരിയും പാമ്പും അല്ലായിരുന്നോ? ഇപ്പം സച്ചി നന്നായിട്ട് രേവതിനെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര, ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോയിട്ടോ. അത് കഴിഞ്ഞ് റൂമിൽ ചെല്ലുന്ന നമ്മുടെ സച്ചിനെ രേവതിനെ ആട്ടോ കാണിക്കുന്നത്. അങ്ങനെ സച്ചി പറഞ്ഞു, രേവതി നീ ഇത് കഴിക്ക്. അയ്യേ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന മോശമല്ലേ, ഞാൻ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിച്ചോളാം. ദേ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, ഞാൻ എല്ലാവരോടും പറഞ്ഞത് കേട്ടതല്ലേ, എല്ലാവരെയും നോക്കാൻ നീയുണ്ട്, നിന്നെ നോക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല, ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതാ, എനിക്ക് വേണ്ടി പോലും അല്ല, അതുകൊണ്ട് നീ ഇതിവിടെ ഇരുന്ന് കഴിക്കണം. നീ ഇത് ഡൈനിങ് ടേബിൾ വെച്ച് കഴിച്ചാല് ഇതിന്റെ പങ്ക് പറ്റാനേ കുറച്ചു പേര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും, അതുകൊണ്ട് അത് വേണ്ട. നീ പാത്രം കഴുകുമ്പോഴും മിറ്റു അടിക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഒക്കെ നിന്റെ കൂടെ ആരെങ്കിലും ചെയ്യാൻ വരുന്നുണ്ടോ? പക്ഷെ നീ ഭക്ഷണം എടുത്തു വെച്ചാലേ അത് കഴിക്കാനും ഒക്കെ ആള് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ സ്വഭാവം വെച്ചിട്ട് ഇതെല്ലാവർക്കും നീ വിതരണം ചെയ്യുകയും ചെയ്യും, നീ ഒട്ടും കഴിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോക്ക് രേവതി, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും, പക്ഷെ ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരാളും കൂടെ ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, ആരും തിരിഞ്ഞു നോക്കത്തില്ല. അതാ ഇന്നത്തെ ലോകം. അത് മനസ്സിലായോ നിനക്ക്? അത് നിനക്ക് അറിയാമോ? അത് പിന്നെ സച്ചേട്ടാ എനിക്കറിയാം. ശരി ഞാൻ എന്നാ പോയി പ്ലേറ്റ് എടുത്തിട്ട് വരാം. വേണ്ട നീ പ്ലേറ്റ് ഒന്നും എടുക്കാൻ പോണ്ട, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി നേരെ പോയി പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി വന്നു കേട്ടോ. പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അയ്യോ സച്ചേട്ടന് വേണമെങ്കിലേ ഇത് പറയായിരുന്നു, ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നോ? ഇതെനിക്കല്ലെന്ന് പറഞ്ഞല്ലോ രേവതി, ഇത് ഞാൻ നിനക്ക് മേടിച്ചതാണെന്നേ, ഇത് നിനക്ക് കൊണ്ട് തന്നതല്ലേ, നീ കഴിക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി തന്നെ വിളമ്പി കൊടുക്കുന്നു, സച്ചി തന്നെ വായിൽ വെച്ച് കൊടുക്കുന്നു. ഏതായാലും രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ഇതിൽ കൂടുതലൊരു ഭാര്യയ്ക്ക് പിന്നെ എന്താല്ലേ വേണ്ടത്? ഇതിൽ കൂടുതൽ സന്തോഷിക്കാൻ ഇനി നമ്മുടെ രേവതിക്ക് എന്ത് വേണം? ഇനിയിപ്പൊ നമ്മുടെ ചന്ദ്രൻ എന്ത് ചെയ്താലും നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ രേവതി പേടിക്കുന്നത്?
എന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ സച്ചിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ രേവതി. എന്നിട്ട് പറഞ്ഞു, അതെ, എപ്പോഴും സച്ചേട്ടൻ എന്റെ ഭാര്യ എന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, പിന്നെ എന്റെ ഭാര്യ എന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? അല്ല, അവരെന്ത് വിചാരിക്കാനാ രേവതി? നീ എന്റെ ഭാര്യ തന്നെയല്ലേ, അല്ലാതെ വേറെ ആരുടെയും ഭാര്യ അല്ലല്ലോ. നീ നോക്കിയിരിക്കാതെ കഴിക്ക് രേവതി, നീ ഇത് കഴിക്കുന്ന കാണുമ്പോഴേ എനിക്കൊരു സന്തോഷമാ, സമാധാനമാ എന്നിങ്ങനെ പറയുക. അങ്ങനെ നമ്മുടെ രേവതി കഴിക്കാൻ തുടങ്ങിയിട്ടോ. എന്നിട്ട് സച്ചി പറഞ്ഞു, രാവിലെ മുതൽ രാത്രി വരെ നിർത്താതെ എന്നേക്കാൾ കൂടുതൽ ഓടുന്നത് നീയാ, അതുകൊണ്ട് കഴിക്കുക. രാത്രി നിന്നെ അടുക്കളയിൽ കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നി. കഴിച്ച പാത്രം പോലും അവരാരും കഴുകി വെച്ചില്ല. അത് നിന്നെ കൊണ്ടല്ലേ കഴിയിപ്പിക്കുന്നത്. സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. നീ ആരും കാണാതെ കരയുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് പിന്നെ ഞാൻ എപ്പോ കരഞ്ഞു? ഞാൻ കരയാറൊന്നുമില്ല സച്ചേട്ടാ. ഇന്നലെ രാത്രി ഞാൻ കരഞ്ഞിരുന്നു. അതിന് സച്ചേട്ടൻ കണ്ടോ? സച്ചേട്ടനോട് സംസാരിച്ച ശേഷം ഞാൻ പോയി കിടന്ന് ഉറങ്ങുമല്ലേ ചെയ്തത്. പുതപ്പിനകത്ത് ചുരുണ്ടു മൂടി കിടന്നേ ആരാ കരഞ്ഞത്? അത് നീയല്ലേ? അല്ലെ നിന്റെ പ്രേതമാണോ? അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ കരഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? സിനിമയിലൊക്കെ കാണാറുണ്ട് നായികമാരെ ബെഡില് മുഖം പൂഴ്ത്തി ആരും കാണാതെ പൊട്ടി പൊട്ടി കരയുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അതൊക്കെ അങ്ങ് കാണിച്ചു കൊടുക്കാനുണ്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ രേവതിക്ക് ചിരിയും വരുന്നുണ്ട്, സങ്കടവും വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഏതായാലും കരഞ്ഞൊക്കെ കാണിച്ചിട്ട് സച്ചി പറഞ്ഞു, വീട്ടിൽ നിന്നെ ആരും ശ്രദ്ധിക്കാറില്ലല്ലോ, അപ്പൊ പിന്നെ ഞാനെങ്കിലും ശ്രദ്ധിക്കണ്ടേ? നീ ആണെങ്കിലോ ഈ വീട്ടിലെ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവരുടെയും കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. നിനക്ക് വിഷമമില്ലേ അതിനെക്കുറിച്ച് ഓർത്തിട്ട്? ഏതായാലും ഇനി വിഷമിക്കണ്ട കേട്ടോ. നിന്റെ വിഷമം കാണാനും നിന്റെ കണ്ണ് നിറയാതിരിക്കാനും ഞാൻ ഇനി ശ്രമിക്കും. അതാ എനിക്ക് സന്തോഷം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പതുക്കെ കരഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ചെന്ന് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കരയാതെ രേവതി, പോട്ടെ. നീ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നീ കരയുന്ന കാണുന്നത് എനിക്കാട്ടോ സങ്കടം. അതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിയില്ല രേവതി പറഞ്ഞു, ഇത് സച്ചിയേട്ടൻ കഴിക്കുക. അത് അടിച്ച് ഇതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. മര്യാദയ്ക്ക് മുഴുവനും കഴിച്ചോണം. ഇത് നിനക്ക് വേണ്ടി മാത്രം മേടിച്ചോണ്ട് വന്നതാ. അപ്പൊ രേവതി ഇങ്ങനെ പേടിച്ചിട്ട് ഞാൻ കഴിക്കാന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി അതുപോലെയാട്ടോ കെയർ ചെയ്യുന്നത്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞത്, എല്ലാവരുടെയും കണ്ണുണ്ടല്ലോ ഈ ചിക്കൻ 65-ലാ. ഇനി നിനക്ക് വയറുവേദന വരാതിരുന്നാ മതിയായിരുന്നു കേട്ടോ. വയറുവേദന വരുവോ? എന്നിട്ട് ഒരു വായെടുത്ത് നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടൻ ഇത് കഴിക്കുക. ദേ, എന്റെ വയറ് ഫുള്ളാ രേവതി, ഇതെല്ലാം നീ തന്നെ കഴിക്കണം. എന്റെ സച്ചേട്ട, ഇത് കുറെ ഉണ്ട് സച്ചേട്ട, ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെയാ കഴിക്കുന്നത്? അതെ, കുറെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നന്നായിട്ട് കഴിക്കാനും ശീലിക്കണം. കഴിക്കുക, പെട്ടെന്ന് കഴിക്കാനാ പറഞ്ഞത്. ഈ സച്ചേട്ടന്റെ ഒരു കാര്യം, എന്റെ വയറ് നിറയാറായി സച്ചേട്ടാ. നീ കഴിക്കുന്നുണ്ടോ മര്യാദയ്ക്ക്? പെണ്ണെ, എന്റെ ദേഷ്യം പിടിപ്പിക്കല്ലൂട്ടോ എന്നൊക്കെ പറഞ്ഞു സച്ചി രണ്ടുമൂന്ന് ദേഷ്യമൊക്കെ പെടാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നേരെ പരപര വെളുക്കുന്നു. നമ്മുടെ രേവതി മുറ്റത്ത് കോല വിടുന്നു. അപ്പോഴത്തേക്ക് സച്ചി കടന്ന് വരികയാണ്. രേവതി കോല വിട്ടോണ്ടിരിക്കുമ്പോ സച്ചി ചോദിച്ചു, നീ ഇവിടെയാണോ? ഞാൻ നിന്നെ അടുക്കളയിലൊക്കെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ രാവിലെ എണീറ്റ് കോല വിടാൻ വേണ്ടി ഇങ്ങ് വന്നു. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്റെ പൊന്നു രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് കോലത്തിന്റെ അവിടെ വന്ന് നിന്നിട്ട്, കൊള്ളാം, ഏതായാലും ഇതൊക്കെ നല്ലതാ. അല്ല സച്ചേട്ടാ, ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാ നീ കിടക്കുന്നത്. അത് രാവിലെ എണീറ്റ് ഉള്ള ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കൂടി നിനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? അതൊന്നും സാരമില്ല സച്ചേട്ടാ, എനിക്ക് എന്നും എഴുന്നേക്കുന്ന ആ ഒരു സമയത്ത് എഴുന്നേക്കണം. പിന്നെ വീട്ടിലെ ആണുങ്ങളെ പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ കോലം വരയ്ക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് നീ തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇവിടെ വേറെ ആൾക്കാരില്ലേ? ഇവിടെ വേറെ ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് ആർക്കും ഇത് ചെയ്യാൻ അറിയില്ലല്ലോ. എന്റെ സച്ചേട്ട, എനിക്കിതൊന്നും വലിയ പ്രശ്നമല്ല. ഇതൊക്കെ ഞാൻ കുട്ടിക്കാലം മുതലേ കാണുന്നതും ചെയ്യുന്നതും ഒക്കെ. അച്ഛൻ അത് രാവിലെ എണീറ്റ് മാർക്കറ്റിൽ പോകും. അച്ഛൻ പോകുന്നതിന് മുമ്പ് അമ്മ എണീറ്റ് കോലം വരയ്ക്കും. അതൊക്കെ പഴയ കാലമല്ലേ. നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെ എത്രയോ ഫ്ലാറ്റുകളുണ്ട്. അവിടെയുള്ള ആണുങ്ങളെല്ലാം പുറത്തു പോകുമ്പോൾ പെണ്ണുങ്ങൾ കോലം വരയ്ക്കുന്നുണ്ടോ? ദിവസം ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടെ പെട്ടെന്ന് അങ്ങോട്ടൊരു ഈ കാക്കാത്തി അല്ലേ, ഈ കൈരേഖയൊക്കെ നോക്കുന്നയാള് എന്നിട്ട് പറഞ്ഞു, അമ്മ ദേ മുഖലക്ഷണം പറയണോ? ഞാൻ കൈ നോക്കി രേഖ നോക്കി സത്യം പറയും. നല്ല കാര്യം വരാൻ പോവാ, ഈ വീട്ടിലെ നല്ല കാലം വരാൻ പോവാ. ബാ, ഞാന് എല്ലാ സത്യങ്ങളും പറയാം, മുഖലക്ഷണം പറയാം. അല്ല, കൈ നോക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, ഇതെന്താ ഇവര് രാവിലെ തന്നെ രേവതി? അപ്പോഴത്തേക്കും പുള്ളിക്കാരി ചോദിച്ചു, അതെ, ഞാൻ വന്നോട്ടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും സച്ചി ഒന്നും മിണ്ടിയില്ല, രേവതി ഒന്നും മിണ്ടിയില്ല. പക്ഷെ പുള്ളിക്കാരി അകത്തേക്ക് കയറി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എനിക്ക് നല്ല കാലം വരണമെങ്കിലേ ഞാൻ ജോലിക്ക് പോകണം. അല്ല, നിങ്ങൾക്ക് നല്ല കാലം വരാൻ വേണ്ടിയാണോ രാവിലെ തന്നെ പറ്റിക്കാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്? അപ്പൊ രേവതി പറഞ്ഞു, സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കും സച്ചേട്ടാ. അതെ ചേച്ചി, മുഖലക്ഷണം പറഞ്ഞോളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ കാക്കാത്തി ഇങ്ങനെ മുഖത്തേക്ക് നോക്കാണ് കേട്ടോ. മുഖത്തേക്ക് ഇങ്ങനെ കുറെ നേരം നോക്കി. അപ്പൊ സച്ചി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്, രേവതിനെ നോക്കുന്നത് കണ്ടിട്ടെ. എന്നിട്ട് നമ്മുടെ സച്ചിനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ നല്ല ഭാവിയുണ്ട്,
ഉത്തമനായ രാജകുമാരനെ പോലെയാ മോന്. ഉം അതെ 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 അതെ, ഞാൻ ഉത്തമനായ രാജകുമാരൻ തന്നെയാ. സത്യവാ, എന്ത് ജോലി ചെയ്താലും ഉണ്ടല്ലോ മോന് അതില് വിജയിക്കും. ആ, രാവിലെ വന്ന് സുഖിപ്പിക്കുവാണല്ലോ. സുഖിപ്പിക്കുന്നതല്ല, മോനെ ഒരു മുരടനാണെന്ന് എല്ലാവരും പറയുമെങ്കിലും ഭാര്യയ്ക്ക് മുന്നിലെ മോനെ ചെറിയൊരു കുട്ടിയാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചിക്ക് ഒരു നാണമൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് കാക്കാത്തി പറഞ്ഞു, അതെ, നിന്റെ മനസ്സ് മറ്റാർക്കും അറിയില്ലെങ്കിലും കൂടെയുള്ള ഈ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവള് നിന്റെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതമായിരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും. അല്ല, ഈ തുടക്കത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ഒന്നുകൂടി ഒന്ന് പറയാമോ? മോന് നല്ല ഭാവിയുണ്ട്. ഉത്തമനായ രാജകുമാരനെ പോലെയാ മോന്. രേവതി കേട്ടോ കേട്ടോ, പറയുന്നത് കേട്ടോ. ഓഹ്, എന്റെ ദൈവമേ. ഹോ, വഴക്കാളി, കുടിയൻ എന്നൊക്കെയാ എന്നെ കുറിച്ച് എല്ലാവരും പറയുന്നത്. ആദ്യമായിട്ട് ഒരാൾ എന്നെ കുറിച്ച് ഉത്തമനായ രാജകുമാരനാണെന്ന് പറയുന്നത്. ഏതായാലും കൊള്ളാം, രാവിലെ വന്നതല്ലേ, ഇത്രയും പറഞ്ഞതല്ലേ, ഇരിക്കട്ടെ. ഇന്നാ 50 രൂപ എന്ന് പറഞ്ഞ് 50 രൂപ എടുത്ത് കൈ കൊടുത്തുട്ടോ. അപ്പം ആ സ്ത്രീ പറഞ്ഞു, മോന് നല്ല മനസ്സാട്ടോ, മോന് നല്ലത് മാത്രമേ വരത്തുള്ളൂ. ദേ, രാജകുമാരന് ചേർന്ന് രാജകുമാരി തന്നെയാട്ടോ മോളും. മോളെ കണ്ടിട്ടും ശുഭലക്ഷണമാ, ശുഭലക്ഷണം. ഒരു പൂ പോലത്തെ മനസ്സാ മോളുടേത്. ആരെയും ദ്രോഹിക്കില്ല, വേദനിപ്പിക്കില്ല, അതൊന്നും മോക്ക് ഇഷ്ടമല്ല. ഈ കുടുംബത്തിന്റെ വിളക്കാട്ട മോള്. ഐശ്വര്യം തന്നെയാ, ഈ കുടുംബത്തിന്റെ ഭാഗ്യ ദേവതയാ. ആ, അത് ശരിയാ എന്നിങ്ങനെ സച്ചി ഇടയ്ക്ക് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും ആ കാക്കാത്തി പറഞ്ഞു, ഇടയ്ക്കേ എല്ലാവർക്കും നന്മ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് മോള്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ ഇടയ്ക്ക്, ആ ഇടയ്ക്ക് മോളുടെ നാവാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ദേ രേവതി കേട്ടോ, സത്യം തന്നെ, സത്യം തന്നെ, ഇതൊക്കെ സത്യം തന്നെയെന്ന് സച്ചി പറഞ്ഞു. അപ്പോഴത്തേക്കും ആ കാക്കാത്തി പറഞ്ഞു, അതെ, മോളുടെ ഈ നാക്ക് കാരണം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനിയും ആ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കേക്ക് കേക്ക് രേവതി, ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ വീണ്ടും കാക്കാത്തി പറഞ്ഞു, അതെ, കുറച്ചു നാളത്തേക്ക് മോളെ വായ അടച്ചു വെക്ക്, ഇല്ലെങ്കിലേ പല പ്രശ്നങ്ങളും ഉണ്ടാകും. മോള് ഒന്നും മിണ്ടാതെ നിൽക്കുക. ശരിയാ ശരിയാ, ഇതെല്ലാം ശരിയാ, നിങ്ങൾ പറയുന്ന എല്ലാം കറക്റ്റാ. ഞാൻ കറക്റ്റ് കാര്യം പറയാറുള്ളൂ മോനെ. ആ, കറക്റ്റ് കാര്യമാ. ഇവളുടെ നാക്കേ പ്രശ്നമാ. ദേ, ആ 50 ഇങ്ങ് തന്നേ, താ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാക്കാത്തിക്ക് ദേഷ്യം വന്നിട്ട്, ഇതെന്നതിന് 50 ചോദിക്കുന്നേ? ഏതായാലും 50 കൊടുത്തിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, 100 പിടിച്ചോ, ഇന്നാ 100 എടുത്താ മതി. അപ്പോഴത്തേക്കും ആ കാക്കാത്തിക്ക് സന്തോഷമായിട്ടോ. അപ്പൊ രേവതി പറഞ്ഞു, അതെ, സംസാരിച്ച് സമയം കളയാതെ സച്ചിയേട്ട പോകാൻ നോക്ക്. അപ്പോഴത്തേക്കുമാണ് സച്ചി പറഞ്ഞത്, അതെ, ഞാന് നിന്നോട് പറഞ്ഞോ ഇവിടെ കോലം വരച്ചിരിക്കാന്? അപ്പോഴത്തേക്കും ആ കാക്കാത്തി പറഞ്ഞു, ദേ, ഉത്തമനായ രാജകുമാരാ, ദേ, മോന്റെ മനസ്സ് തങ്കമാണെങ്കിലുവേ പറയുമ്പോ ഭയങ്കര കോപമാണ്, മൂക്കുമേലാ കോപം. അത് കാരണം നിറയെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി പറഞ്ഞത് കറക്റ്റ് ചേച്ചി. ഇപ്പഴാ ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആയത്. രാജകുമാരൻ തന്നെയാ. ഈ മൂക്കുമേലും നാക്കുമേലൊക്കെ അതെ ഇദ്ദേഹത്തിന് കോപം. ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. ഇത് തന്നെയാ ഇവിടുത്തെ പ്രശ്നം. ഓഹോ, ആദ്യം ഉത്തമൻ എന്ന് പറഞ്ഞു, ഇപ്പൊ എന്നെ ദേഷ്യക്കാരനാക്കിയല്ലേ? ഞാൻ 100 രൂപ തന്നല്ലേ? ആ 100 രൂപ എടുത്തേ, 100 രൂപ എടുത്തേ, 100 രൂപ താ. ദേ, തൽക്കാലം 50 പിടിച്ചാ മതി എന്ന് പറഞ്ഞ് 100 രൂപ മേടിച്ചിട്ട് 50 രൂപയും കൊടുത്തിട്ട് സന്തോഷമായി. പെട്ടെന്ന് സ്ഥലം വിട്ടോ, പെട്ടെന്ന് പോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആ കാക്കത്തി കൈ നോക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നോക്കിയപ്പോ രേവതി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക. അപ്പോഴത്തേക്ക് സച്ചി വെച്ചു, എന്റെ സച്ചി ഏട്ടാ, എന്താണ് നീ ചിരിക്കുന്നത്? ദേഷ്യപ്പെടാതിരിക്കെ, പ്രശ്നം ഉണ്ടാവില്ല, നല്ല കാലം വരില്ലേ, നല്ല ഭാവിയല്ലേ. നീ നിന്റെ വായടയ്ക്ക്, അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നീ ചെന്നേ വായിൽ ടേപ്പ് ഒട്ടിച്ചു വെക്കേ. ആയിക്കോട്ടെ, ഞാൻ വായിൽ ടേപ്പോ തുണിയോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. സച്ചിയേട്ടനെ ഏതായാലും പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചി വണ്ടി എടുത്തോണ്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്നൊരു ഫോൺ കോള് വരുന്നതും നമ്മുടെ രേവതി പോയി എടുക്കുന്നതും. അതാ അച്ചമ്മയാണ് കേട്ടോ. അച്ചമ്മ ചോദിച്ചു, ഇത് എന്താ മോളെ, നീ എന്താ മറന്നു തന്നെ? ഈ രേവതിക്ക് അച്ചമ്മേനെ മറക്കാൻ പറ്റുമോ? എന്നിട്ട് നീ വിളിക്കുന്ന പോലും ഇല്ലല്ലോ. ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്തല്ല അച്ചമ്മേനെ കാണുന്നത്. എന്ന് വിളിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ ജോലി ഒഴിഞ്ഞ് നേരമില്ല അച്ചമ്മേ. പാവം, നീ എന്ത് ചെയ്യാനാ? ചന്ദ്രൻ നിന്നെ എടുത്ത് പിഴിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ സ്വഭാവം അറിയാലോ. വീട്ടുജോലി മുഴുവൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുകയാണല്ലേ. ദുഷ്ട, ക്രൂര. നീ എന്തിനാ അവൾ പറയുന്ന ജോലിയൊക്കെ ചെയ്യുന്നത്? അവിടെ പുതിയ മരുമകൾ വന്നിട്ടല്ലേ, അവളോടും കൂടെ ചെയ്യാൻ പറ. അത് പിന്നെ അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതി പേടിച്ചു പോയിട്ട്, എന്നിട്ട് പുതിയ മരുമകള് വന്ന കാര്യം അച്ഛമ്മ എങ്ങനെ അറിയും? പിന്നെ ഞാൻ അറിയാതെ സുധിയുടെ ഭാര്യ ഉള്ള കാര്യം എനിക്കറിയില്ലേ? ഓ, അതാണല്ലേ. എല്ലാ ജോലിയും കൂടെ നീ ചെയ്യണ്ട, അവളും കൂടെ ചെയ്യട്ടെ. അത് പിന്നെ അവക്ക് ജോലിയില്ലേ.
അതെ, 2-3 ദിവസം കൂടുമ്പം എന്നെ വിളിക്കുന്ന സച്ചി കുറെ ദിവസമായി എന്നെ വിളിച്ചിട്ട്. അവൻ എന്താ പറ്റിയത് അവൻ വിളിക്കാത്തത്? അത് പിന്നെ ജോലി തിരക്ക് കാരണമായിരിക്കും അച്ഛമ്മേ. എന്ത് ജോലി തിരക്ക്? അതെ, പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ടേക്ക് വിളിച്ചത്. നമ്മുടെ ശ്രീകാന്തിന് ഇവിടെ ഒരു പെണ്ണിന് ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നല്ല സുന്ദരി പെണ്ണ, നല്ല സ്വഭാവമാ. എന്തിനാ ശ്രീകാന്തിന് പെണ്ണിനെ ഇപ്പൊ ആലോചിച്ചത്? എന്തിനെന്നോ? കല്യാണം കഴിക്കാന്. നല്ല കുടുംബാ മോളെ, നല്ല സുന്ദരി പെണ്ണാന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെ, സുന്ദരി പെണ്ണ് തന്നെയാ. എറണാകുളത്തെ ഒരു കമ്പനിയിൽ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്. നിന്നെ പോലെ തന്നെ സ്വഭാവ ഗുണമുള്ള കുട്ടിയാ. നമ്മുടെ കുടുംബത്തിലെ മരുമകളാകാൻ പറ്റിയ കുട്ടി. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പേടിച്ചു പോണോ? എന്ത് ചെയ്യണോ എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും ഇവിടത്തെ വിവാഹം കഴിഞ്ഞത് നമ്മുടെ മുത്തശ്ശി അച്ചമ്മ അറിഞ്ഞിട്ടുമില്ല. അപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, അതെ, പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടുകാരെയൊക്കെ കൂട്ടി ഞാനേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ അത് പിന്നെ അച്ചമ്മേ. അതെ, ആദ്യമേ ചെറുക്കനും വീട്ടുകാരും അല്ലേ പെണ്ണിനെ കാണാൻ പോകുന്നത്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ആയാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അത് പിന്നെ അച്ചമ്മേ, എനിക്കെന്തോ അത് വേണ്ടാന്ന് തോന്നുന്നു അച്ചമ്മേ. അച്ചമ്മ പെട്ടെന്ന് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ട തൽക്കാലം. നീ എന്താ ഇങ്ങനെ ഉടക്ക് പറയുന്നത്? നീ അങ്ങനെ പറയാത്തതാണല്ലോ. എന്തു പറ്റി? എന്തോ പ്രശ്നം അവിടെ ഉണ്ടല്ലോ. ഇവിടെ പ്രശ്നമൊന്നുമില്ല അച്ചമ്മേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല അച്ചമ്മ, ഒരു പ്രശ്നമില്ല. ദേ, അച്ചമ്മയോടൊന്നും മറച്ചു വെക്കരുത് കേട്ടോ. എന്താ രേവതി പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, അത് അത് പിന്നെ അച്ചമ്മ, നമ്മുടെ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു. ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞോ എന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത നയനയുടെയും ആദർശിന്റെ വിശേഷമായിട്ട് ഓടി വരാട്ടോ. അതുവരെ ടാറ്റാ, ബൈ ബൈ.